ഹായ് ഫ്രണ്ട്സ്, ഫിസിക്സ് ഗുരുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ +1 ഫിസിക്സിലെ 14ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഓസിലേഷനിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പാർട്ട് 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കുറേ കുട്ടികൾ പേഴ്സണൽ മെസ്സേജ് അയച്ചതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഓസിലേഷൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ യൂസ് ഉണ്ടാവുള്ളൂ. കാരണം ഈ ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ 2011 ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ കാണുന്നത്. എ സിമ്പിൾ പെൻഡുലം ഈസ് ആൻ ഒബ്ജക്റ്റ് സസ്പെൻഡഡ് by a weightless and inextensible string fixed rigidly to a support. Then under what conditions for the amplitude are the oscillations of the pendulum simple harmonic? ഓക്കെ, പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ അത് SHM ആവുന്ന ആ സമയത്ത് ആംപ്ലിറ്റ്യൂഡിൻ്റെ കണ്ടീഷൻ എന്തായിരിക്കും? ആംപ്ലിറ്റ്യൂഡ് ഷുഡ് ബി സ്മോൾ ആയിരിക്കണം എന്ന കാര്യം അവിടെ ഓർമ്മിക്കുക. അത് 1 വേർഡ് ആയതുകൊണ്ട് അടുത്ത ആൻസർ പറഞ്ഞത്. ദെൻ അതിൽ സെക്കൻഡ് പാർട്ട്, ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് ദ പെൻഡുലം ഈസ് ക്യാപിറ്റൽ ലെറ്റർ T. ദെൻ വാട്ട് വിൽ ബി ദ പീരീഡ് ഇഫ് ദ പെൻഡുലം ഈസ് സസ്പെൻഡഡ് ഇൻ എ ലിഫ്റ്റ് മൂവിങ് ഡൗൺ വിത്ത് ആൻ ആക്സിലറേഷൻ ഈക്വൽ ടു G/3. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കാം. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHM പോസസ് ബോത്ത് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ഡ്യൂറിംഗ് ദ ഓസിലേഷൻ. The total energy remains constant if A is the amplitude of oscillation of the particle. Then show graphically the variation of potential energy and kinetic energy with the displacement. Adil second part, at what displacement are these energies are equal. Then അതിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഒരു സെക്കൻഡ് പാർട്ടോട് ബാക്കിയുണ്ട്. അതായത് ടൈം പീരീഡ് ജനറൽ എക്സ്പ്രഷൻ, ജനറൽ എക്സ്പ്രഷൻ സിമ്പിൾ പറഞ്ഞാൽ T=2π√L/G ആണെന്ന് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ 5 കണക്ട് ചെയ്യുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. കാരണം ടൈം പീരീഡ് താഴേക്ക് വരുന്ന സമയത്ത് ആക്സിലറേഷൻ G മാത്രമല്ല, അവിടെ ആരും കൺസിഡർ ചെയ്യണം, G-A എന്ന് കൺസിഡർ ചെയ്യണം. ഇവിടെ A എന്ന് പറയുന്നിട്ടുണ്ട് എത്രയാണ്? G/3. അപ്പോൾ √L/G-A വന്നു. അവിടെ Aന് വരുന്നത് കൊടുത്തിട്ടുണ്ട്, G/3 കൊടുത്തു. ദെൻ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ടൈം പീരീഡ് എക്സ്പ്രഷൻ T=2π√L/2/3G എന്ന് പറയുന്ന വാല്യൂയിലേക്ക് അത് മാറിയിട്ടുണ്ടാവും. ഓക്കെ, അത് ഷുവറായിട്ട് ടൈം പീരീഡ് ഇൻക്രീസ് ആയിട്ടുണ്ടാവും. താഴേക്ക് വരുന്ന സമയത്ത് ടൈം പീരീഡ് എന്തുണ്ടാവും? അവിടെ ഇൻക്രീസ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ കൈനറ്റിക് എനർജിൻ്റെ പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഗ്രാഫ് വരയ്ക്കാം. നമ്മൾ ചാപ്റ്റർ 6 വരുന്ന അതേ ഗ്രാഫ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് 2 ചാപ്റ്ററിൽ വരുന്ന അതേ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം അവിടെ ഓർമ്മിക്കുക. ദെൻ ബി ക്വസ്റ്റ്യനിൽ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജി ആവുന്ന ഡിസ്റ്റൻസ് എത്ര? നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ഇക്വൽ ചെയ്യുക ½ m²y² ½ m²A² - y² കണക്ട് ചെയ്യുക. അത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ½ m² ½ m² ക്യാൻസലായി പോയിട്ടുണ്ടാകും. ഇപ്പോൾ ആര് മാത്രം ഉണ്ടാവും? 2y² A² വരും, y² A/√2 വരും, y² A/2, y A/√2 എന്ന് പറയുന്ന ഇക്വേഷൻ. അത് ബൈ ഹാർട്ട് പഠിച്ചാൽ കുറച്ചൊരു ബെറ്റർ ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിയും ഈക്വൽ ആവുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് y A/√2 ആയിരിക്കും. ഇതാണ് 2011 ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ. ദെൻ 2012 ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഓസിലേഷൻസ് ഓഫ് എ ലോഡഡ് സ്പ്രിങ് ആർ SHM നമുക്ക് പറയുന്ന കാര്യമാണ്. വാട്ട് ഡു യു മീൻ ബൈ SHM എന്താണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. SHM എന്ന് പറഞ്ഞാൽ എന്താ? റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. F പ്രൊപ്പോർഷണൽ ടു നമുക്ക് എന്ത് എഴുതാം? X ഓർ F പ്രൊപ്പോർഷണൽ ടു -X വരുന്ന കേസാണ് SHMൻ്റെ കേസ്. അതായത് ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ഡെറിവേഷൻ ആണ്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിങ്. ദാറ്റ് ഇസ് T=2π√M/K എന്ന ഡെറിവേഷൻ. അത് നോട്ട് ചെയ്യുക, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതായത് സി ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്, നമുക്ക് എന്തായാലും നോക്കിയേ പറ്റൂ. എ ബോഡി ഓസിലേറ്റ്സ് വിത്ത് SHM ഈസ് ഗിവൺ ബൈ X = 5 cos of 2πt + π/4. Then calculate the displacement at T=1.5 സെക്കൻഡ്. ഓക്കെ, അതിൽ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. T=1.5 സെക്കൻഡിൽ എത്രയായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാൽ കണ്ടുപിടിക്കണം. ഓക്കെ, ജനറൽ നമുക്ക് നേരത്തെ പറഞ്ഞു ബി ക്വസ്റ്റ്യൻ ഇതാണ്, അത് ഡെറിവേഷൻ പഠിക്കുക. അതിൽ X = 5 cos of 2πt + π/4 തന്നിട്ടുണ്ട്. ടൈം 1.5 സെക്കൻഡ് ആകുമ്പോൾ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ്? ഒന്നുമില്ല, ആ T എന്ന് പറയുന്ന വാല്യൂവിന് എത്ര കൊടുത്താൽ മതി? 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3/2. അത് കൊടുത്തു കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 ക്യാൻസലായി, അവിടെ 3π വന്നിട്ടുണ്ടാവും. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 5 cos 13π/4 ദാറ്റ് ഈസ് -3.1535 മീറ്റർ എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും T=1.5 സെക്കൻഡിൽ ഉണ്ടാകുന്ന ആ പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതാണ് 2012 ചോദിച്ചത്. ദെൻ ഗോയിങ് ടു 2013 ചോദിച്ചത് ദ മോഷൻ റെപ്രസെൻറ്റ്സ് ബൈ ദ ഇക്വേഷൻ y = A cos ωt + 5 ഈസ് കോൾഡ് SHM. A question, which of the following examples closely represents SHM? അതായത് എക്സാമ്പിൾസിൽ SHM ആയിട്ട് കണക്ട് ചെയ്യുന്ന ഏതൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻ?
ഫസ്റ്റ് എക്സാമ്പിൾ ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് അബൌട്ട് ഇറ്റ്സ് ആക്സിസ്. അത് നമ്മളൊരു പീരിയോഡിക് മോഷനാണ്, പക്ഷേ എന്തല്ല SHM അല്ല, ടു ആൻഡ് ഫ്രോ മോഷൻ അത് കാണിക്കുന്നില്ലല്ലോ, എർത്ത് റൊട്ടേഷൻ കാണിക്കുന്നില്ല. ഓസിലേഷൻ ഓഫ് എ സ്വിങ് നമുക്ക് ടു ആൻഡ് ഫ്രോ മോഷനാണ്. അതുകൊണ്ട് ഈ രണ്ട് കേസിൽ ആൻസർ ആയിട്ട് വരിക ഓസിലേഷൻസ് ഓഫ് എ സ്വിങ് SHM എക്സാമ്പിൾ ആയിട്ട് വരും. ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ വൈബ്രേറ്റിംഗ് സിമ്പിൾ പെൻഡുലം ഓഫ് പീരിയഡ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ T ഈസ് പ്ലേസ്ഡ് ഇൻ എ ലിഫ്റ്റ് വിച്ച് ഈസ് ആക്സലറേറ്റിംഗ് ഡൗൺവേർഡ്സ്. വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ദിസ് ഓൺ ദ ടൈം പീരിയഡ് ഓഫ് ദ പെൻഡുലം? നമ്മൾ തൊട്ടുമ്പോൾ 2011 ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് y ഓഫ് ആൻ ഓസിലേറ്റിംഗ് പാർട്ടിക്കിൾ വേരീസ് വിത്ത് ടൈം t അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ. ഏത് ഇക്വേഷനാണ്? y is equal to 2 cos of 0.5 pi t plus pi by 3 എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് പീരിയഡ് ഓഫ് ദ പാർട്ടിക്കിൾ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം ജനറൽ നേരത്തെ പറഞ്ഞതാണ്, 2011 ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൽ മറ്റൊരു രീതിയിൽ ചോദിച്ചു T = 2π/L/G-A. അത് താഴേക്ക് വരുന്ന സമയത്ത് അത് ന്യൂമറേറ്ററിലെ വാല്യൂ നമുക്ക് അറിയുന്നുണ്ടാവും, അവിടെ ഡിനോമിനേറ്ററിലെ വാല്യൂ അവിടെ കുറഞ്ഞു G-A ആയി ഷുവറായിട്ട്. അപ്പോൾ ന്യൂമറേറ്ററിലെ വാല്യൂ അതായത് അല്ലെങ്കിൽ ഇക്വേഷൻ LHSലെ വാല്യൂ ആയിട്ടുള്ള T ടൈം പീരീഡ് അവിടെ ഇൻക്രീസ് ആയിട്ടുണ്ടാകും എന്നുള്ള കാര്യം അവിടെ ഓർമ്മിക്കുക. ഓക്കെ, അത് ടൈം പീരീഡ് ഷുവറായിട്ടും ഇൻക്രീസ് ആയിട്ടുണ്ടാവും. ദെൻ സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഇതാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എത്ര, ടൈം പീരീഡ് എത്ര? ഇങ്ങനെയുള്ള കേസുകളിൽ ഷുവറായിട്ട് നിങ്ങൾ എന്ത് വേണം? ഡിസ്പ്ലേസ്മെൻറ്റ് ജനറൽ ഇക്വേഷൻ ആയിട്ട് എഴുതുക. y = a cos of omega t plus phi എന്ന് പറയുന്ന ജനറൽ ഇക്വേഷൻ ഇത് കമ്പയർ ചെയ്യുക. ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ 2 ആണ്, എന് പകരം ഇവിടെ 2 ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എത്ര കിട്ടിയിട്ടുണ്ടാവും? 2 മീറ്ററോ എത്രയാണോ, സെൻറ്റിമീറ്റർ എത്രയാണ് ക്വസ്റ്റ്യൻ എന്ന് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ വരും. ദെൻ അവിടെ നെക്സ്റ്റ് എന്താ നോക്കുന്നത്? ടൈം പീരീഡ്. ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ ഒമേഗ നോക്കണം. ഇവിടെ ഒമേഗ ടീന് മുമ്പുള്ളത് വാല്യൂ ഒമേഗ, ഇവിടെ ടീന് മുമ്പുള്ള വാല്യൂ 0.5. ദാറ്റ് ഈസ് ഒമേഗ = എത്ര കിട്ടിയിട്ടുണ്ടാവും? 0.5. ഒമേഗ = 2π/T ആണ്, T = 2π/omega. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടും? 4 സെക്കൻഡ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ഇക്വേഷൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ജനറൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കമ്പയർ ചെയ്യുക. ഓക്കെ, ഇതാണ് 2013 ചോദിച്ചിട്ടുള്ളത്. ദെൻ ഗോയിങ് ടു 2014 ചോദിച്ച ക്വസ്റ്റ്യൻ എ സിമ്പിൾ പെൻഡുലം സ്റ്റാർട്ട്സ് വിത്ത് ഇറ്റ്സ് ബോബ് അറ്റ് പൊസിഷൻ X. ഫിഗറും കൂടി ആ സമയത്ത് നോക്കണേ. ഇതാണ് X എന്ന് പറയുന്ന മീൻ പൊസിഷൻ. ദെൻ ദ ബോബ് ഈസ് പുൾഡ് Z to Y ആൻഡ് ദെൻ റിലീസ്. ഇതാണ് Y, പിന്നെ ദെൻ റിലീസ്ഡ് ഇറ്റ് സ്വിങ്സ് ഫ്രം Y to Z. ഈ ഭാഗം Z കൊടുക്കാം ആൻഡ് ബാക്ക് ടു Y. ഓസിലേഷൻ അവിടെ കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ടാവുമല്ലോ. എ ക്വസ്റ്റ്യൻ ടേക്ക് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ബ്രാക്കറ്റ് ആൻഡ് ഫിൽ ഇൻ ദ ഗ്യാപ്സ്. തന്നില്ല വേർഡ്സ് ഇതൊക്കെയാണ്: പൊട്ടൻഷ്യൽ, കോൺസ്റ്റൻറ്റ്, കൈനറ്റിക്, ഡിഫറൻറ്റ് വർക്ക്, റെസൊണൻസ്. ഈ സ്റ്റേറ്റ്മെൻറ്റിലാണ് എന്ത് ചെയ്യേണ്ടത്? അത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. ആ സെൻറ്റൻസ് എന്താണെന്ന് നോക്കാം. ടു മൂവ് ദ ബോബ് ഫ്രം X to Y. Xൽ നിന്ന് Yയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഡാഷ് ഹാസ് ടു ബി ഡൺ. അവിടെ ഫില്ല് ചെയ്യേണ്ട കാര്യം ഡാഷ് ഹാസ് ടു ബി ഡൺ എന്നാണ്. അതാരെ ഫില്ല് ചെയ്യേണ്ടത്? അവിടെ ആരെ വരിക? വർക്ക് ഹാസ് ടു ബി ഡൺ ഓൺ ഇറ്റ് ആൻഡ് ഇറ്റ്സ് എനേജ്. ഏത് എനേജ് ഇൻക്രീസ് ആയി? ഇറ്റ്സ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഷുവറായിട്ട് അവിടെ ഏത് എനേജ് ഇൻക്രീസ് ചെയ്യും? പൊട്ടൻഷ്യൽ എനേജ് ഇൻക്രീസസ് ആസ് ഇറ്റ് മൂവ്സ് ഫ്രം Y to X. തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് Y to X സം ഓഫ് ദിസ് എനർജി, അത് നേരത്തെ പറഞ്ഞ പൊട്ടൻഷ്യൽ എനർജി, ഈസ് കൺവേർട്ടഡ് ടു ഡാഷ് എനർജി. അത് ഏത് എനർജി ആയിട്ട് മാറും? കൈനറ്റിക് എനർജി ആയിട്ട് മാറും. ത്രൂ ഔട്ട് ദ സ്വിങ് ഫ്രം Y to Z ആൻഡ് ബാക്ക് ടു Y ദ ടോട്ടൽ എനർജി ഈസ് കോൺസ്റ്റൻറ്റ്. അതാണ് നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ ഗ്രാഫ് വരച്ചത്. എനർജി കൺസേർവ് ആണെന്നുള്ള കാര്യം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അവിടെ. നമുക്ക് വന്ന എ ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദ ബോബ് വെൻ ഇറ്റ് ഈസ് X. അതായത് മീൻ പൊസിഷനിൽ ഉണ്ടാകുന്ന സമയത്ത് ആക്സിലറേഷൻ എത്രയായിരിക്കും? ഷുവറായിട്ട് ആക്സിലറേഷൻ എത്രയായിരിക്കും? 0 ആയിരിക്കും എന്നുള്ള കാര്യം നോട്ട് ചെയ്യാം. ദെൻ സി ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് വാട്ട് ആർ ഡാംപ്ഡ് ഓസിലേഷൻ. എന്താണ് ഡാംപ്ഡ് ഓസിലേഷൻ? നമുക്കറിയാം ഡാംപ്ഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടിന്യൂസ് ആയിട്ട് ഡിക്രീസ് ചെയ്യുന്നുണ്ട് ഡ്യൂ ടു ദ റെസിസ്റ്റീവ് ഫോഴ്സ് ഓഫ് ദ മീഡിയം വിത്ത് ടൈം എന്നുള്ള കാര്യം അവിടെ ഓർമ്മിക്കുക. അവിടെ ഒരു നമ്മൾ ഇക്വേഷനൊക്കെ ഉണ്ട്. A into e raised to minus bt/2m എന്ന് പറയുന്ന ഒരു ഡെറിവേഷൻ ഉണ്ട്. അത് പഠിക്കാൻ പറ്റുന്നത് പഠിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വരിക. 1 word ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഡാംപ്ഡ് ഓസിലേഷൻ എന്ന് വരും. ദെൻ ഗോയിങ് ടു 2015. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHM ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. താഴ്ത്തുന്നത് ഇതിന് എക്സാമ്പിളായിട്ട് വരുവാണ്. ആക്സിലറേഷൻ ഓഫ് കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആണോ? ആക്സിലറേഷൻ ഓഫ് ചേഞ്ച് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആണോ? ആക്സിലറേഷൻ ഓഫ് ചേഞ്ച് മാഗ്നിറ്റ്യൂഡ് ബട്ട് കോൺസ്റ്റൻറ്റ് ഡയറക്ഷൻ ആണോ? അല്ലെങ്കിൽ ലാസ്റ്റ് വൺ ആക്സിലറേഷൻ ഓഫ് കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ് ബട്ട് ചേഞ്ച് ഇൻ ഡയറക്ഷൻ. ഷുവർ ആൻസർ ആവുക ആക്സിലറേഷൻ ഓഫ് ചേഞ്ച് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ എന്നുള്ള കാര്യം. രണ്ടും ചേഞ്ച് ചെയ്യുന്ന കേസിലാണ് അവിടെ വരിക. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ ലിസ്റ്റ് എനി 2 കണ്ടീഷൻസ് ഫോർ എ മോഷൻ ഓഫ് എ ബോഡി ടു ബി SHM ആവാനുള്ള കണ്ടീഷൻ. ഒരു F = -kx ആയിരിക്കണം എന്ന് വേണം പറയാം. ആക്സിലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ നേരെ പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആയിരിക്കണം. അങ്ങനെയുള്ള കേസൊക്കെ നമുക്ക് ഇത് പറയാം. അല്ലെങ്കിൽ പീരിയോഡിക്കിൻ്റെ കേസ് വേണമെങ്കിൽ അത് കണക്ട് ചെയ്ത് പറയാം. ദെൻ സി ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം നോക്കാം. ആൻ SHM ഈസ് ഗിവൺ ബൈ X = 8 sin of 10 pi minus pi/4 meter. അറ്റ് വിച്ച് പൊസിഷൻ വിൽ ഇറ്റ്സ് കൈനറ്റിക് എനർജി ബിക്കം ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. നമ്മൾ മറ്റൊരു ഇയറിൽ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ വന്നതാണ്. ആൻസർ നോക്കിക്കഴിഞ്ഞാൽ
അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്കൊരു വാല്യൂ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ 2011 മറ്റൊരു ക്വസ്റ്റ്യനിൽ ഇതുപോലെ ഡിസ്കസ് ചെയ്ത സമയത്ത് ഡയറക്റ്റ് ആയിട്ട് കൈനറ്റിക് എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത് അങ്ങനെ ചെയ്താലും മതി. പക്ഷേ ഇവിടെ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇക്വേഷൻ തന്നുകൊണ്ട് നമ്മുടെ കൈനറ്റിക് എനർജി ഇക്വേഷൻ നമ്മൾ കോസ് സ്ക്വയർ തീറ്റ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ അതുപോലെ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്ന ആ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുമ്പോൾ കോസ് തീറ്റ ഈക്വൽ സൈൻ തീറ്റ കിട്ടും. കോസ് തീറ്റ സൈൻ തീറ്റ ഈക്വൽ ആകുമ്പോൾ ആൻസർ എത്രയ്ക്കും തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി. ദാറ്റ് ഈസ് ആൻസർ എക്സ് ഇസ് ഈക്വൽ 8 സൈൻ 45 വരും. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 8/√2. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന കേസാണ് ഏത് വൈ ഇസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്താലും മതി. വൈ ഇസ് ഈക്വൽ ടു നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്താണ് വൈ ഇസ് ഈക്വൽ ടു എ ബൈ ഇപ്പോൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തതാണ് വൈ ഇസ് ഈക്വൽ a/√2. ഇവിടെ നമുക്ക് ഈ കേസിൽ എ എത്രയാണ് 8 ആണ്. അപ്പോൾ അങ്ങനെ കൊടുത്താലേ മതി. അപ്പോൾ ആൻസർ എത്രയായിട്ട് വരും വൈ ഇസ് ഈക്വൽ ടു 8/√2. അങ്ങനെ വേണമെങ്കിൽ സിമ്പിളായിട്ട് നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ 2011 to 2015 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ 2016 to 2019 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.